പലപ്പോഴും സർജറി നിർദ്ദേശിക്കപ്പെട്ട ടഫായിട്ടുള്ള കേസുകളിൽ സിമ്പിളായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ പരിഹാരമാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കേസായിരുന്നു 4 മാസം മുമ്പ് വന്നിട്ടുള്ള ഈ ഒരു കേസ്. ഇതിൽ പ്രധാനപ്പെട്ട 3 സർജിക്കൽ കണ്ടീഷൻസ് ആണുള്ളത്. അതിലൊന്നാമത്തേത് യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഒന്നാമത്തേത്. രണ്ടാമത് ഈ പേഷ്യൻറ്റിൽ ഉണ്ടായിരുന്നത് കിഡ്നിയുടെ ഇടത് ഭാഗത്ത് ഒരു കോർട്ടിക്കൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളം നിറഞ്ഞ കുമിള പോലുള്ളതാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സർജിക്കൽ കണ്ടീഷൻ ഇതേ പേഷ്യൻറ്റിൽ തന്നെ ഉള്ളത് അംബിലിക്കൽ ഹെർണിയാണ്, പൊക്കിളിൻ്റെ ഭാഗത്തായിട്ടുണ്ടാകുന്ന ഹെർണിയ. അപ്പോൾ ഈ 3 സർജിക്കൽ കണ്ടീഷൻസും ഒരേ പേഷ്യൻറ്റിൽ വന്ന സമയത്ത് അതോടൊപ്പം തന്നെ വേറെ 2 ട്രബിൾസും കൂടി ഈ ഒരു ഇംപ്രഷനിൽ കാണാം. അതായത് പോസ്റ്റ് വോയിഡ് റെസിഡൽ യൂറിൻ വോളിയം കൂടുതലാണ്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഇപ്പോൾ കണ്ടുവരുന്ന പോലെ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആയിരുന്നു. ഈ ഒരു കണ്ടീഷന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വ്യത്യസ്തമായിട്ട് പോയി കൺസൾട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കേസായിരുന്നു അത്. പക്ഷേ ഹോമിയോപ്പതിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഓൾ ഓവർ പേഴ്സണാലിറ്റി നോക്കി, കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെഡിസിൻ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ ഒരു 3 കണ്ടീഷനും, അവർക്ക് ഇത് മാത്രമല്ല വേറെയും കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ സെറ്റ് ഓഫ് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് 3ഉം പല സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടിയിരുന്ന ഈ ഒരൊറ്റ കേസ് വെറും 4 മാസം കൊണ്ട് ഇത് വളരെ നോർമലായിട്ട് സോണോളജിക്കലി രണ്ടാമത്തെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം നോ സിഗ്നിഫിക്കൻറ്റ് ഇൻട്രാ അബ്നോമിനൽ സോണോഗ്രാഫിക് അബ്നോമാലിറ്റി ഡിറ്റക്റ്റഡ് എന്നുള്ളത് കാണുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഹോളിസ്റ്റിക് മെഡിസിൻ ആണ് എന്ന് പറയുന്നത്.